എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് എല്ലാവർക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലസ്സിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ എല്ലാവരുടെ വീട്ടിലുണ്ടാകുന്ന ഒരു സാധനമാണ് മാങ്ങ കൊണ്ടൊരു ലസ്സി. മാങ്ങ കൊണ്ടും ഒരു സ്ട്രോബെറി കൊണ്ടുള്ള 2 ടൈപ്പ് ലസ്സിയാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മാങ്ങ കൊണ്ടുള്ള ലസ്സി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് ഞാനിപ്പോൾ ഇവിടെ 2 മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പഞ്ചസാര, ഐസ് ക്യൂബ്സ്, പിന്നെ നമുക്ക് പുളിയില്ലാതെ നല്ല കട്ട തൈര് കൂടെ വേണം ഈ ലസ്സി ഉണ്ടാക്കിയെടുക്കാൻ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെ ലസ്സി ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു ജ്യൂസിൻ്റെ ജാർ എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം. 2 മാങ്ങ നമുക്ക് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര. ഞാനിപ്പോൾ 6 വലിയ സ്പൂണ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ആദ്യം ഒന്ന് അരച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കാം. ഇപ്പം മാങ്ങ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. തണുപ്പിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. 4 വലിയ സ്പൂണ് തൈര്, പുളിയില്ലാതെ തൈര് വേണം കേട്ടോ എടുക്കാൻ. ഇനി ഇതുകൂടെ ഇട്ട് നല്ലവണ്ണം അടിച്ചെടുക്കാം. ലസ്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. നല്ല തിക്കായിട്ടുള്ള ലസ്സിയാണ്. മാങ്ങയായതുകൊണ്ട് നല്ല തിക്കാണ്. അങ്ങനെ നമ്മുടെ മാംഗോ ലസ്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന ഒരു സാധനമാണ് മാങ്ങ. അത് വെച്ചിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്താൽ ഇത് തന്നെ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്തിരിക്കണം. ഇനി അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്ട്രോബെറി ലസ്സിയാണ്. നേരത്തെ നമ്മൾ മാങ്ങ ഉണ്ടാക്കി അതേപോലെ തന്നെ മാങ്ങയ്ക്ക് പകരം ഇവിടെ സ്ട്രോബെറി എന്ന് മാത്രമേ ഉള്ളൂ. ഇതേ പ്രൊസീജിയർ തന്നെ. ജ്യൂസിൻ്റെ ജാർ എടുക്കുക. ഇതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രോബെറി ഇട്ട് കൊടുക്കുക, പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് അടിച്ചെടുക്കുക. ആദ്യം സ്ട്രോബെറി നല്ലവണ്ണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഐസ് ക്യൂബ്സ്, ഒരു 3 വലിയ സ്പൂണ് തൈര് കൂടെ ചേർത്തിട്ടുണ്ട്. ഇതുകൂടെ നമുക്ക് അടിച്ചെടുക്കാം. സ്ട്രോബെറി ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അതുകൂടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാങ്ങയുടെ അത്ര തിക്ക് ഇതിനില്ല. അങ്ങനെ 2 ലസ്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2ഉം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സാധനമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക. നാട്ടിലിപ്പോൾ ചൂട് കാലം വരുന്നില്ലേ, അപ്പോൾ ചൂടിന് നമ്മുടെ ശരീരമൊക്കെ കുളിർപ്പിക്കാൻ പറ്റിയ 2 ഐറ്റമാണ്, 2 ലസ്സിയാണ് ഇത്. സ്ട്രോബെറി ലസ്സിയും മാംഗോ ലസ്സിയും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക.